കേസിൽ മെയ് അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് 90 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റാരോപിതർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. മെയ് 29-നായിരിക്കും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക. മെറ്റയിൽ നിന്നും പൂർണ്ണമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കി. ഇതുവരെയായിട്ടും മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. അതും വേറൊരു കാര്യം, മാപ്രകളെ പോലെ തന്നെ വേറൊരു കഴിവുകെട്ടൊരു സംവിധാനമാണ് നമ്മുടെ പോലീസിന്റെ. പക്ഷേ പോലീസുകാർ ആദ്യം മുതൽ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു. ആ കുറ്റവാളികളെ പിടിച്ചകത്തിടുന്നില്ല. അവർ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി. പക്ഷേ ഈ പ്രതികളുടെ അച്ഛൻ വലിയ പിടിപാടുള്ളവനാണെന്നും പിണറായി സർക്കാരിൻ്റെ അടുത്ത ആളാണെന്നും അറിഞ്ഞപ്പോൾ മുതൽ പോലീസ് താളം ചവിട്ടാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെയും പോലീസിൻ്റെ ഇഴഞ്ഞുകൊണ്ടുള്ള ആമ പോകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഇത്രയും വലിയ സാങ്കേതിക വിദ്യകൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ഈ ഒരു കാലഘട്ടത്ത് ഈ ഒരു പ്രതികൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള തെളിവുകൾ ഇവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത്